ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. ഹൈ ഗൈസ്, എൻ്റെ പേര് ഗോപിക. ഒരു ദിവസം പീസ്ഫുള്ളായിട്ടും കാമായിട്ടും തുടങ്ങാനായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റതിനു ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവണം കേട്ടോ. ഒരു 10 മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കുക. അതായത് ബെഡും അല്ലാത്ത വേറെ സ്ഥലത്ത് പുറത്ത് ഇരിക്കാൻ പറ്റിയ അത്ര നല്ലത്. ഇനിയിപ്പോൾ പുറത്ത് ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കാം, ജനാല തുറന്നിടാം, വേണമെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. ഉറങ്ങിപ്പോരുത്, കണ്ണടച്ചിരിക്കുക. കണ്ണടച്ച് ഒന്നിനെയും പറ്റി ആലോചിക്കേണ്ട, ഒന്നിനെയും പറ്റി ചിന്തിക്കേണ്ട. ചുറ്റുമുള്ള സൗണ്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. നിങ്ങളുടെ ബോഡിയിലുള്ള സൗണ്ടുകൾ, നിങ്ങളുടെ അവിടെ റൂമിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് മോർണിംഗ് 5:30ക്കും 6 മണിക്കും ഉള്ളിലാണ്. അപ്പോൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ടുണ്ടാവാം. ഇനി കണ്ണടച്ചിരിക്കുന്ന നേരത്ത് ഇപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു തോട്ടും ഇല്ലാണ്ട് കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99.99% ഇമ്പോസിബിളാണ്. ഇപ്പോൾ കണ്ണടച്ചിരിക്കുന്ന നേരത്ത് നിങ്ങൾ തോട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ തോട്ട്സ് വരുന്ന സമയം നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ എഗെയിൻ തോട്ട് വരാണ്ടിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ജസ്റ്റ് ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഒരു ദിവസം ശരിയാവില്ല, ചിലപ്പോൾ 2 ദിവസം ശരിയാവില്ല, ചിലപ്പോൾ ഒരാഴ്ച ശരിയാവില്ല. പക്ഷേ ഗ്രാജുവലി നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ പറ്റും. തോട്ട്സ് വരാതെ ഫ്രീ ആയിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. സോ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ DMൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ റൂട്ടീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അനുഭവം ഒന്ന് ഈ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടെ പ്രചോദനമാവും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഒരു മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഞാനത് സ്റ്റോറി ആയിട്ടൊക്കെ ഷെയർ ചെയ്തതായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രചോദനമായിരിക്കും. ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് അത് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ബാക്കി എല്ലാവർക്കും ഉള്ളൊരു പ്രചോദനം. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഇതെനിക്ക് വർക്കാവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല, പക്ഷേ എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും വർക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം പീസ്ഫുള്ളായിട്ട് കാമായിട്ട് ഒരു ദിവസം തുടങ്ങാൻ ശ്രമിക്കാം. ഇനി ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.